കേരള സ്റ്റോറിയുടെ ട്രെയിലർ കണ്ടു. അടിപൊളി, സൂപ്പർ. അപരാധം, കാട്ടപരാധം. അത് എല്ലാവരും ചർച്ച ചെയ്യുന്നത് അത് ബീഫ് ഇങ്ങനെ വായിൻ്റെ അകത്തോട്ട് കുത്തിക്കയറ്റി കൊടുക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ആ ട്രെയിലറിൻ്റെ അവസാന ഭാഗത്ത് ഒരു ഉമ്മയും മകനും തമ്മിലുള്ള സംഭാഷണം തോന്നുന്നു. ഉമ്മി എന്നാണ് വിളിക്കുന്നത്. അത് മകൻ പറയുന്നുണ്ട് ഉമ്മനോട്, ബ്രാഹ്മൺ സ്ത്രീക്ക് 12 ലക്ഷം രൂപ കിട്ടും. അതായത് ബ്രാഹ്മൺ സ്ത്രീ ആകുമ്പോൾ പൈസ കൂടുതൽ കിട്ടുന്നത് ഈ സെക്സ് റാക്കറ്റിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും. പ്രണയം നടിച്ച് മതം മാറ്റി മുസ്ലിംസ് എന്താ പറയുക, ഹിന്ദുവിനെ മതം മാറ്റിയിട്ട് സെക്സ് റാക്കറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പൈസ കിട്ടും, 12 ലക്ഷം രൂപ കിട്ടും എന്ന് പറയുന്നുണ്ട്. ഇത് കാണുന്ന മറ്റുള്ള കേരളത്തെക്കുറിച്ച് അറിയാത്ത മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ എന്താ വിചാരിക്കുക? കേരളത്തിലെ ജനങ്ങൾ മുസ്ലിംസ് മൊത്തം ഇങ്ങനെയാണല്ലോ ചിന്തിക്കുക. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് കേരള സ്റ്റോറി എന്നിടുക? കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തം എങ്ങനെയാണോ? കേരളത്തിലുള്ള മുസ്ലിംസ് മൊത്തം എങ്ങനെയാണോ? ഇതിൽ വലിയൊരു ആപത്ത് എന്താണെന്ന് അറിയോ? ഇതിൽ ഏറ്റവും വലിയൊരു ആപത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഞാൻ ചെന്നൈയിലുള്ള സമയത്ത് ഈ ഷക്കീല സിനിമകൾ തരംഗമുള്ള സമയമായിരുന്നു. ഷക്കീല സിനിമകൾ തരംഗമുള്ള സമയത്ത് എൻ്റെ അടുത്ത് പല പയ്യന്മാരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നാട്ടിലെ അത്യാവശ്യം പൈസയൊക്കെ ഉള്ള സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന വീട്ടിലെ സ്ത്രീകളൊക്കെ വീട്ടിൽ ജോലിക്ക് വരുന്ന പയ്യന്മാർ, ചെറിയ പയ്യന്മാരൊക്കെ വീട്ടിൻ്റെ അകത്തോട്ട് വിളിച്ച് കയറ്റിയിട്ട് പരിപാടി എടുപ്പിക്കൂലെന്ന്. ഞാൻ ചോദിച്ചെന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന്. ഷക്കീല സിനിമയിലൊക്കെ ഫുൾ അങ്ങനെയാണല്ലോ. അത് നായകന്മാർ പിന്നെ ഇതേപോലെ വീട്ടിൽ ജോലിക്ക് വരുന്ന ചെക്കന്മാരൊക്കെ പിന്നെ വീട്ടിനകത്തോട്ട് കയറ്റിക്കൊണ്ടുപോകും. ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് എന്നിട്ട് ഭയങ്കര പരിപാടിയാണ്, കട്ടിയും മൂത്ത് നിൽക്കുകയല്ലേ നിങ്ങളുടെ നാട്ടിലെ സ്ത്രീകളൊക്കെയാണ്. അതായത് ഒരു സിനിമയെ കാണാതെ, സെക്സ് പടത്തിനെ കുത്തുപടത്തിനെ അങ്ങനെ കാണാതെ, അത് നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർ സ്ത്രീകൾ മൊത്തം അങ്ങനെയെന്ന് ചിന്തിക്കുന്ന ബുദ്ധിയും വിവേകമില്ലാത്ത പല ആൾക്കാരുണ്ട്, പല പയ്യന്മാരുണ്ട്. അത് പല നാട്ടിലുണ്ടാവും. ഇപ്പോൾ യുപിയിലോ അവിടെയുള്ള ആൾക്കാരൊക്കെ പണ്ട് ഷക്കീല സിനിമകൾ കാണുന്ന സമയത്തൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ പിന്നെ ചെന്നൈയിലുള്ള കുറേ പയ്യന്മാർ. ഞാൻ അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർക്ക് മനസ്സിലായിട്ടൊന്നും എനിക്കറിയില്ല. ഷക്കീല തരംഗം ഉള്ള സമയത്താട്ടത്. അതേപോലെ ഈ കേരള സ്റ്റോറിൻ്റെ ട്രെയിലർ കാണുമ്പോൾ അല്ലെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്താ വിചാരിക്കുക? കുറച്ച് പേരെങ്കിലും ചിന്തിക്കില്ല. അത്യാവശ്യം വിവരമുള്ള ആൾക്കാർ ഓക്കെ അത് സിനിമയെ കണ്ട് പൊട്ടന്മാരാന്ന് പറഞ്ഞ് വിടും. അതല്ലാണ്ട് ഇതൊന്നും അറിയാത്ത ആൾക്കാർ, കേരളത്തെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ എന്താ വിചാരിക്കുക? കേരളത്തിലെല്ലാവരും പിന്നെ ഹിന്ദുസിനെ മറ്റുള്ള മതസ്ഥരെ പിടിച്ച് മുസ്ലിംസ് വായിൻ്റെ അകത്തോട്ട് ബീഫ് കുത്തിക്കയറ്റാൻ നിൽക്കുകയാണ്. പിന്നെ അതേപോലെ ബ്രാഹ്മണ സ്ത്രീകൾക്കൊക്കെ പൈസ കൂടുതലെന്ന് പറഞ്ഞിട്ട് അവരെ വശീകരിച്ചിട്ട് തട്ടിക്കൊണ്ടുപോയിട്ട് എല്ലാം ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് വിൽക്കാൻ നിൽക്കുകയാണ് 12 ലക്ഷത്തിനും 13 ലക്ഷത്തിനൊക്കെ. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഓളം കാട്ടപരാധി മോനെ. തെറി പറയുന്നില്ല, തെറി പറഞ്ഞ് മാസം കാണിക്കുന്നൊന്നും ശരിയല്ലാന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇവിടെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ടർ കേൾക്കൂലെന്ന് എനിക്കറിയാം. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുകയാണ്. കാരണം നിങ്ങളിങ്ങനെ ജിഹാദി ആയിട്ടും അല്ലാണ്ടെങ്കിൽ പിന്നെ ലോ ജിഹാദൊക്കെ നടത്തുന്ന കുറേ ഊളകളും മതം തലക്ക് പിടിച്ച് നടക്കുന്ന കുറേ അനുമാരുണ്ട്. അവരെ പറ്റി സിനിമ എടുക്കുമ്പോൾ നീ അവരെ പേരുള്ള ജിഹാദി 2, ജിഹാദി 3 എന്നൊക്കെ പറഞ്ഞിട്ട് കേരള സ്റ്റോറി എന്ത് അടിസ്ഥാനത്തിലാണ് ആ ഊള ഡയറക്ടർ എനിക്ക് പേരിട്ടിട്ടുള്ളത്? ഇത് കണ്ട് കൈയടിക്കാൻ കേരളത്തിൻ്റെ അകത്തും കുറേ മരകൂളകളുണ്ട്. ഇവിടെ കേരള സ്റ്റോറി എന്ന് എങ്ങനെ പറയാം? ഇതെങ്ങനെ കേരള സ്റ്റോറി ആവുക? കേരളത്തിൽ വർഗീയവാദികളുണ്ട്, തീവ്രവാദികളുണ്ട്. രണ്ടും കണക്കാണ്. രണ്ടിനും ബുദ്ധിയില്ലാത്ത വർഗ്ഗങ്ങളാണ്. ഇവർ വളരെ തുച്ഛമായിട്ടുള്ളൂ. ഞങ്ങളെ പോലെ ചിന്തിക്കുന്ന, ജാതിക്കും മതത്തിന് അതീതമായി മനുഷ്യരെ സ്നേഹിക്കുന്ന ആളുകളാണോ കേരളത്തിൽ കൂടുതലുള്ളത്? അവരെക്കുറിച്ചൊരു സിനിമ എടുക്കണോ കേരള സ്റ്റോറി എന്നും പറഞ്ഞുകൊണ്ട്? അല്ലാതെ കണ്ട തീവ്രവാദികളെ സിനിമയൊക്കെ എടുത്താണ്ട് കേരള സ്റ്റോറി എന്നൊക്കെ പേരിട്ടിട്ട് ഇതിൻ്റെ ഡയറക്ടർ വേട്ടാവളിയൻ ദേശീയവാദം കിട്ടാനായിരിക്കും ചെയ്യുന്നതല്ലേ? പിന്നെന്താ യുപിയിലുള്ള നേതാക്കന്മാരൊക്കെ ഈ പടത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, BJP നേതാക്കന്മാരൊക്കെ. എന്ത് മനുഷ്യന്മാരെ നോക്കിയേ, മതത്തിൻ്റെ പേരും പറഞ്ഞ് സിനിമ എടുക്കുന്നു, തമ്മിൽ തല്ലിപ്പിക്കുന്നു. ഇത്രയും ബുദ്ധിയില്ലാത്ത, ഇത്രയും എന്താ ചിന്തിക്കാൻ പോലും ബുദ്ധിയില്ലാത്ത കേരളം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ അറിയോ? കേരളം എന്താണെന്ന് ഇവർക്ക് അറിയോ? ആരോട് പറയണം? ബുദ്ധിയില്ലാത്ത. അതിൻ്റെ ഡയറക്ടറൊക്കെ തൂറി എറിയണം. അവനെ കണ്ടു കഴിഞ്ഞാൽ തൂറി അവൻ്റെ മുഖത്ത് എറിയണം ഡയറക്ടറെ, കള്ളപ്പന്നി.